ഹായ് ഫ്രണ്ട്സ്, നാളത്തെ എക്സാം +1 വിദ്യാർത്ഥികൾക്ക് ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി ഒഴികെ ബാക്കിയെല്ലാം റെയർ കോമ്പിനേഷനിൽ വരുന്നതാണ്. കുറച്ച് കുട്ടികൾക്ക് എക്സാം ഉണ്ടാവുള്ളൂ. അക്കൗണ്ടൻസി ഭൂരിഭാഗം എല്ലാ കൊമേഴ്സ് കുട്ടികൾക്കും എക്സാം ഉണ്ട്. +2 വിദ്യാർത്ഥികൾക്ക് ബയോളജി, ബയോ സയൻസ് കുട്ടികൾക്കെല്ലാം ബയോളജി ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇലക്ട്രോണിക്സും സംസ്കൃത സാഹിത്യവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും റെയറായിട്ട് വരുന്നതാണ്. ബയോളജി എടുത്ത സയൻസുകാർക്ക് കോമ്പിനേഷൻ 1ലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ മാത്സ് പഠിക്കാത്ത ബയോളജി പഠിക്കുന്ന +2 സ്റ്റുഡൻസ്, +1 +2 സ്റ്റുഡൻസും ഉണ്ട്. അവർക്കും ബയോളജി ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എല്ലാ ഹ്യൂമാനിറ്റീസുകാർക്കും മാത്രമല്ല കൊമേഴ്സിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉള്ളവർക്കും വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സുകാർക്ക് വരുന്നതാണ്. എന്തായാലും നാളെ +2 സയൻസ് സ്റ്റുഡൻസിന് ബയോ സയൻസ് എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും എല്ലാവർക്കും എക്സാം ഉണ്ട് നാളെ. +2 സ്റ്റുഡൻസിന് മാക്സിമം നാളെ എക്സാം ഉണ്ട്. +1കാർക്ക് എല്ലാവർക്കും ഇല്ല. എന്തായാലും നാളത്തെ എക്സാം നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ഈ റെയർ കോമ്പിനേഷനൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ അക്കൗണ്ടൻസിയും കിട്ടും. പക്ഷേ അക്കൗണ്ടൻസിയുടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. നമ്മൾ അക്കൗണ്ടൻസി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പോകണം. എല്ലാവരും കാൽക്കുലേറ്ററൊക്കെ എടുത്ത് നല്ല വർക്ക് ചെയ്യുന്ന കാൽക്കുലേറ്ററിനെ എടുത്ത് ചെയ്ത് മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് എഴുതി നോക്കിയിട്ടേ പോകാവൂ. അതുപോലെ തന്നെ ബയോളജി, ബോട്ടണി, സുവോളജി. +2 സ്റ്റുഡൻസിന് ബോട്ടണി ആദ്യം, പിന്നീട് സുവോളജിയാണ് വരുന്നത്. കൃത്യമായിട്ട് എഴുതും. 30 മാർക്കേ വരുന്നുള്ളൂ. മാക്സിമം ടൈം ശ്രദ്ധയോടെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡബിൾ വാലുവേഷൻ അല്ല, ബയോളജിക്ക് ഡബിൾ വാലുവേഷൻ ഇല്ല. നിങ്ങൾക്ക് നഴ്സിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബയോളജിയുടെ മാർക്സിന് നല്ല പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഫുൾ മാർക്ക് അതിലും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 സ്റ്റുഡൻസ് 60 മാർക്കിൻ്റെയാണ്. അപ്പോൾ എല്ലാം മാക്സിമം നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നിങ്ങൾ ശ്രമിക്കുക. നന്നായിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.